ആയുഷ്കാലം 90s കിഡ്സിന് മറക്കാൻ കഴിയാത്ത മൂവിയായിരിക്കും ആയുഷ്കാലം. കുട്ടിക്കാലത്ത് വളരെ കൗതുകത്തോടു കൂടി കണ്ട ഒരു സിനിമയായിരുന്നു ആയുഷ്കാലം എന്ന സിനിമ. കുറച്ച് ഫാൻറ്റസിയും ഹൊററും പിന്നെ കോമഡിയും എല്ലാം ചേർന്നൊരു അവിയൽ പരുവത്തിലുള്ള മികച്ച സിനിമയെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തലമുറയിൽപ്പെട്ടവർക്കും വളരെ നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ആയുഷ്കാലം. ആയുഷ്കാലം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കമലാണ്. രചന നിർവഹിച്ചിരിക്കുന്നത് ബാലു കിരിയത്ത്. ലീഡ് റോൾസിൽ മുകേഷും ജയറാവുമാണ് അഭിനയിച്ചിരിക്കുന്നത്. സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സായി ശ്രീനിവാസൻ, സായികുമാർ, കവിയൂർ പൊന്നമ്മ, മാധു തുടങ്ങിയ വലിയൊരു നില തന്നെ ഈ സിനിമയിലുണ്ട്. ഇനി ഈ സിനിമയുടെ കഥയിലേക്ക് കടന്നാൽ, ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള മുകേഷിന് ഹാർട്ട് റീപ്ലാന്റേഷൻ നടത്തുന്നു. അപകടത്തിൽ മരിച്ച ജയറാമിൻ്റെ ഹൃദയമാണ് മുകേഷിന് ലഭിച്ചിരിക്കുന്നത്. സർജറിയെല്ലാം സക്സസ്ഫുള്ളായി കഴിഞ്ഞു. തനിക്ക് ലഭിച്ച ഹൃദയം ആരുടേതാണെന്ന് അറിയാനുള്ള ആഗ്രഹം മുകേഷ് പ്രകടിപ്പിക്കുന്നു. മുകേഷിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ അതാരാണെന്ന് വെളിപ്പെടുത്തുന്നു. ദിവസങ്ങൾക്കു ശേഷം മുകേഷിന് ജയറാമിൻ്റെ പ്രസൻസ് അനുഭവപ്പെടുന്നു. ആദ്യം ഇത് മുകേഷിനെ വല്ലാതെ ഭയചിത്തനാക്കുന്നു. ഒപ്പം ഇതൊരു ശല്യമായി മാറുന്നു. പിന്നീട് ജയറാവുമായി സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു. തന്നെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന് ജയറാം മുകേഷിനോട് പറയുന്നു. അത് ആരാണെന്നോ എന്തിനാണെന്നോ തനിക്കറിയില്ലെന്നും പറയുന്നു. ജയറാം തൻ്റെ ഭാര്യയെയും കുട്ടിയെയും കാണാൻ തന്നെ സഹായിക്കണമെന്ന് മുകേഷിനോട് അഭ്യർത്ഥിക്കുന്നു. ജയറാമിൻ്റെ വീട്ടിലെത്തിയ മുകേഷും ജയറാമിൻ്റെ അമ്മയെയും ഭാര്യയെയും കുട്ടിയെയും കാണുന്നു. താനാണ് ജയറാമിൻ്റെ ഹൃദയം വഹിക്കുന്ന ആളെന്ന് വെളിപ്പെടുത്തുന്നു. താൻ കൊല്ലപ്പെട്ടതാണെന്നും തൻ്റെ മരണം ഒരു നോർമൽ ആക്സിഡൻറ്റ് മൂലമുള്ള മരണമല്ലെന്നും അമ്മയെയും ഭാര്യയെയും അറിയിക്കാൻ ജയറാം മുകേഷിനോട് അഭ്യർത്ഥിക്കുന്നു. മുകേഷ് ഇക്കാര്യം അവരെ ധരിപ്പിക്കുന്നു. തനിക്ക് ജയറാമിനെ കാണാമെന്നും ഞങ്ങൾ പരസ്പരം അന്യോന്യം സംസാരിക്കുന്നുണ്ടെന്നും അറിയിക്കുന്നു. എന്നാൽ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ശേഷം നടന്ന ചില സംഭവങ്ങൾ അവരെ ആ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ ഇടയാക്കി. പിന്നീട് ആരാണ് ജയറാമിനെ കൊന്നത്, എന്തിനു കൊന്നു എന്ന് രണ്ടുപേരും ചേർന്ന് കണ്ടുപിടിക്കുന്നു. ഇമോഷണലി നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു നല്ല സിനിമ. ഇതിലെ മൗനം സ്വരമായി എന്ന പാട്ട് ഏവർക്കും സുപരിചിതമാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഈറനണിയുമെന്നതിൽ ഒരു സംശയവുമില്ല. അത്രയ്ക്കും മനോഹരമായ, ഇമോഷണലി ഫീൽ ചെയ്യിക്കുന്ന ഒരു ഉഗ്രൻ പാട്ട് തന്നെയാണ് മൗനം സ്വരമായി. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? എന്താണ് അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു സിനിമയെ വരാം. അതുവരേക്കും ബൈ.